ഫെബ്രുവരി 1 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. രാജ്യത്താദ്യമായി ഫൈബർ ഗ്ലാസ് സൗരത്തൂക്ക് വേലി പ്രവർത്തന സജ്ജമാക്കുന്നതെവിടെയാണ്? കനോലി എക്കോ ടൂറിസം കേന്ദ്രം, നിലമ്പൂർ. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? ദംതാരി, ഛത്തീസ്ഗഡ്. ദംതാരി ജില്ലയിലെ നാഗരി ബ്ലോക്കിലെ ശങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് അടുത്തിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മേഘാലയയിലെ പ്രദേശം ഏതാണ്? ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഇവ ഖാസി ജയന്തിയ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്നു. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. ആർത്തവകാലത്തെ ആരോഗ്യം മൗലികാവകാശം എന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിൾ 21 ഭാഗമാണ് അതെന്നും ആർത്തവ സമയത്ത് ആരോഗ്യം സുരക്ഷിതമാക്കണം ഉറപ്പാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടത് മൗലികാവകാശമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ 3 ശില്പങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാനൊരുങ്ങിയ US മ്യൂസിയം ഏതാണ്? സ്മിത്ത് സോണിൻ്റെ നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്സ്. ശിവ നടരാജ, സോമസ്കന്ദ, പറവയോടൊപ്പമുള്ള സ്വാമി സുന്ദരൻ എന്നീ ശില്പങ്ങളാണ് തിരികെ നൽകുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ഗുജറാത്ത്. പാൽമനാരോ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ സൗകര്യം സ്വകാര്യ മേഖലയിലെ ഉപഗ്രഹങ്ങളുടെ നൂതന ഒപ്റ്റിക്കൽ പേലോഡുകളുടെയും തദ്ദേശീയ നിർമ്മാണത്തിന് ഒരു പ്രധാന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ്. അടുത്തിടെ തായ്വാൻ തദ്ദേശീയമായി നിർമ്മിച്ച് കടലിനടിയിലെ പരീക്ഷണം പൂർത്തിയാക്കിയ അന്തർവാഹിനി ഏതാണ്? നാർവൽ. അമേരിക്കയുടെയും UKയുടെയും സാങ്കേതിക സഹായത്തോടെ തായ്വാൻ സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. 2026 ജനുവരിയിലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം ഏതാണ്? USA. 2026 ജനുവരിയിൽ അന്തരിച്ച കനേഡിയൻ അമേരിക്കൻ നടി ആരാണ്? കാതറിൻ ഓഹാര. ഇവരുടെ പ്രധാന ചിത്രങ്ങൾ ഹോം അലോൺ, ബെസ്റ്റ് ഇൻ ഷോ, എ മൈറ്റി വിൻഡ്, ആഫ്റ്റർ അവേഴ്സ്. അടുത്തിടെ ഗിഗ് വർക്കർ വെൽഫെയർ ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കർണാടക. അടുത്തിടെ റവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയൻ.